ഒരു വിഭാഗം ആളുകൾക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ്: പെണ്ണുപിടുത്തം പ്ലസ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്ലസ് കള്ള് കഞ്ചാവ് മാർക്കറ്റിംഗ്. പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ പറഞ്ഞ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ പറഞ്ഞു, ഇപ്പോൾ വിജയശ്രീൻ്റെ മരണം സംഭവിച്ചപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പോലും പറഞ്ഞിട്ടില്ല സാർ ഇതൊന്ന് അന്വേഷിക്കണം. അല്ലല്ല, എനിക്ക് കൃത്യമായിട്ട് ഏതാണ്ട് മലയാളികളെ കുറിച്ചൊരു ധാരണയുണ്ട്. ഞാനെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നു സാർ. സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ എന്തായാലും കുറേ ഉടായ്പ് തീർന്ന് കിട്ടും എന്ന് കരുതാം. ആ പൈസയ്ക്ക് വേണ്ടിയുള്ള ഉടായ്പ് സ്ലോലി തീരും. ഇപ്പോൾ ഏതൊക്കെയോ ആളുകൾ യൂട്യൂബേഴ്സ് പരിപാടി നിർത്തിയല്ലോ, നല്ല വ്യൂവേഴ്സ് ഉള്ളത് നിർത്തിയവർക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ അംഗമല്ലാത്തൊരു സംവിധാനത്തെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ, ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെ പൈസ ഒരു കാലത്തും കൂടുന്നില്ല. 1500 കൊടുക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ കമ്മീഷനൊക്കെ പോകും. അവസാനം പെൺകുട്ടിയെക്കാണ് 700 രൂപ ഇട്ടു, ആൺകുട്ടിയെക്കാണ് 500 രൂപ ഇട്ടു. ഇങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ വേറൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് സിനിമ അങ്ങോട്ട് അത്ര പരിചയമുള്ളതല്ല. ഞാൻ ജോലി ചെയ്യുമ്പോഴും സിനിമ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, സ്ത്രീകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പ്രയാസമുള്ള സ്ഥലമാണോ സിനിമ? മാഡം, അത് എന്തുകൊണ്ട് വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പൊതുവിൽ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് കണക്കാക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ, ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും അല്ല, സിനിമയെ സീരിയസ് ആയി കാണുന്നവരുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ്: പെണ്ണുപിടുത്തം പ്ലസ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്ലസ് കള്ള് കഞ്ചാവ് മാർക്കറ്റിംഗ്. ഇതാണ് അവർക്ക് സിനിമ. അതായത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമായിട്ടാണ് ചിലർ ഇതിനെ കണക്കാക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നിങ്ങൾ എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ പോകുന്നു, ഞാനൊരു ഭൂലോക തരികിടിയാണെങ്കിൽ 500 രൂപ തരുന്നു, ഇവിടെ 5000 തൊട്ട് വൗച്ചർ ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് 1 കോടിക്ക് ചെയ്തൊരു സാധനം വേണമെങ്കിൽ 10 കോടി നാക്കാം. ആരെങ്കിലും സാർ 1000 500 ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ സാർ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമുക്ക് തെളിവുണ്ടാക്കാം. എന്തെങ്കിലും ചെയ്താലല്ലേ ഇതിനൊക്കെ തെളിവുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരും. അപ്പോൾ ഇതെന്താ, ഇതൊരു അക്കൗണ്ടിങ്ങിലേക്ക് വന്നു. അക്കൗണ്ടബിൾ മണിയാക്കി മാറ്റി. നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണ്, നിങ്ങൾക്ക് 10 കോടിയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ 10 ലക്ഷം തരാം, നിങ്ങൾക്കും അതായിരിക്കും ലാഭം, വെറുതെ ടാക്സ് കൊടുക്കണ്ടോ. അപ്പോൾ 9 കോടി 90 ലക്ഷം, അത് ഞങ്ങൾക്ക് ദുബായിൽ ഒരു സ്ഥലം വാങ്ങിത്തരാം, ദുബായിൽ ഞങ്ങൾക്ക് ഒരു ജ്വല്ലറി ഇട്ട് തരാം, അല്ലെങ്കിൽ ദുബായിലെ ജ്വല്ലറിയിലേക്ക് ഞാൻ സ്വർണ്ണം വാങ്ങിത്തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചു, സൂപ്പർ സ്റ്റാർ അഭിനയിച്ചില്ലേ? അതെ സാർ, ഞങ്ങൾ 10 ലക്ഷം കൊടുത്തതിന് തെളിവുണ്ട് സാർ, അതെല്ലാം ബാംഗ്ലൂരിൽ സാർ കൊടുത്തു. അപ്പോൾ ഞാൻ എഴുതിക്കും വീട്ടിൽ നിന്ന് കട്ടുണ്ടാക്കിയ പൈസ ഇരിക്കുമോ, ആ പൈസ എനിക്ക് ഇവിടുത്തെ കിട്ടി. ഇനി 10 കോടിയുടെ സൂപ്പർ സ്റ്റാറിനെ വെച്ചു ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ചാനലിൽ എനിക്ക് സെറ്റായിട്ട് 15 കോടി ഇരിക്കട്ടെ, അതെനിക്ക് പേറായി വരികയും ചെയ്തു. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളത് ഈ രീതിയിൽ നടക്കും. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇത് കള്ളപ്പണം വെളുപ്പിക്കാം. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കൽ കുറച്ച് പണിയാണ് ഒന്ന്. പിന്നെ ഈ കഞ്ചാവ്, ചില സംവിധായകർ എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ ആളുകളാണ്, ചില നിർമ്മാതാക്കൾ വരാം, എല്ലാവരും അല്ല. അപ്പോൾ ഈ കഞ്ചാവ് മാഫിയായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാവും. ഇതൊക്കെ ഓരോ മാഫിയാണ്. അപ്പോൾ കഞ്ചാവ് മാഫിയക്ക് ഒരു നിയമമുണ്ട്, ഈ സിനിമയെ നിങ്ങൾ കഞ്ചാവിൻ്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 5 ലക്ഷം രൂപ തരും നിങ്ങൾക്ക്. സിനിമയുടെ പേരുകളൊന്നും പറയുന്നില്ല. നിങ്ങളെ നടനോ നടിയോ കഞ്ചാവ് അടിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്, MDMA മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ സംവിധായകന് കൊടുക്കും. അപ്പോൾ 5 റെഫറൻസ് കൊടുത്താൽ 25 ലക്ഷം രൂപ. നിർമ്മാതാവ് ആ മനുഷ്യൻ ഇത് അറിയുന്നേ ഉണ്ടാവില്ല. ഈ കഞ്ചാവിൻ്റെ റെഫറൻസ് തന്നെ ചിലപ്പോൾ ആ മനുഷ്യൻ പ്രിവ്യൂവിലും കണ്ടിട്ടുണ്ടാവില്ല. നേരെ സിനിമ ഈശ്വര എൻ്റെ പടം എങ്ങനെയൊക്കെ ആയെന്ന് തോന്നുന്നു. 5 റെഫറൻസ് കൊടുത്താൽ 25 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങളാണ്. അപ്പോൾ ഈ കഞ്ചാവിൻ്റെ വിതരണവും പുതിയ പുതിയ ആളുകളെ പിടിത്തവും ഇവിടെ നടക്കും. അപ്പോൾ അവർക്ക് ഇവിടെ ഇത് പൈസ കൊടുത്താൽ അവർക്ക് ലാഭമാണ് വേണ്ടത്. നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ് പറയുന്നത്, എനിക്ക് കവിത എഴുതണമെങ്കിൽ, എനിക്ക് അഭിനയിക്കണമെങ്കിൽ MDMA ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു സൂപ്പർ സ്റ്റാറാണ്. ഞാൻ പറഞ്ഞല്ലോ, മലയാളികൾ ഓൾറെഡി കഴുതകളും വിഡ്ഢികളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർക്കിത് കാണുമ്പോൾ ഇയാളെയാണല്ലോ റോൾ മോഡലേ. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ, ആ പ്രമുഖ നടി പറഞ്ഞു, അഭിനയം വരണമെങ്കിൽ MDMA വേണം, എന്നാൽ പിന്നീട് MDMA വാങ്ങുന്നു പറയുമ്പോൾ ഇപ്പം 4000-ന് MDMA 6000-ന് കൊടുക്കാം. അല്ലാതെ ഈ MDMA വാങ്ങുമെന്നും പറഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്യാൻ പറ്റും ജി, ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മോശമല്ലേ. അപ്പോൾ അത് സിനിമയിലൂടെ ഇൻഡയറക്റ്റ്ലി ചെയ്യാം. അല്ല ഇപ്പൊ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ഞങ്ങളെ തീവ്രവാദത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പരസ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ആർക്കെങ്കിലും പൈസ കൊടുത്തേട്ടാ അങ്ങോട്ട് ഞങ്ങൾ തീവ്രവാദികൾ വിളിപ്പിച്ചൊരു പടം ചെയ്യോ, ശരി അതിന് കുറച്ച് പൈസ കിട്ടോ, പൈസ മുഴുവൻ ഞാൻ തന്നെ എടുത്തോളാം, പൈസ ഞാൻ എടുത്തോളാം, കിട്ടും നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പടം പൊട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ അയാളെ തെറി വിളിച്ചാൽ, അയാൾക്ക് എന്തൊക്കെ വിളിച്ചാൽ അയാൾക്ക് കുഴപ്പമില്ല, അയാൾക്ക് പൈസ കിട്ടി.
കാരണം തീവ്രവാദി ആ മൊത്തം പൈസ സ്പോൺസർ ചെയ്തു. അതായത് സിനിമയെ എങ്ങനെ വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം, മനസ്സിലാക്കണം. ഇനി അതിൻ്റെ കൂടെ വരുന്നതാണ് ഞാൻ പറഞ്ഞത്, പെണ്ണുപിടുത്തം പ്ലസ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്ലസ് കള്ള് കഞ്ചാവ്. ഇതാണ് ചുരുക്കി പറഞ്ഞ ചിലർക്ക് സിനിമ. അപ്പോൾ പെണ്ണുപിടുത്തത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സ്ത്രീകളോട് വളരെ ഡീസൻ്റ് ആയിട്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്, അവിടെ ഓക്കെയാണ്. പക്ഷെ വേറെ ചില സ്ത്രീകളോട് പറയും, മോളെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് കിട്ടിയ ഏക ഗുണം പുതുതായി വരുന്ന ഒരു പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടി. ഇത്രയും കാലം പെൺകുട്ടികൾ, ചില പെണ്ണുങ്ങളെ വിചാരം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു രാജപാതയാണ്. ഒരു സിനിമയിലൊക്കെ കാണണമെന്നാണ് എല്ലാ ആളുകളും. നല്ലൊരു ഇൻഡസ്ട്രി നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാൽ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും പെണ്ണുങ്ങൾക്ക് വലിയ ബോധമില്ല. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് എളുപ്പമായി. ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായി. അല്ല, സർക്കാർ ഒരു 1 കോടി രൂപ നഷ്ടപ്പെടുത്തിയാലും പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടി എന്താണ് സംഭവം. അപ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓപ്ഷൻ എ, എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം വന്നാൽ സ്പോട്ടിൽ നമ്മൾ ഇനി ഈ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു നടപടിയാവൂല എന്ന് ഞാൻ പറയാൻ കാരണം 20 വർഷം മുമ്പ് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്നുള്ളത് ഒരു പെൺകുട്ടി എങ്ങനെ പ്രൂവ് ചെയ്യും? ഞാൻ ശരിയും തെറ്റും അല്ല പറയുന്നത്, എങ്ങനെ പ്രൂവ് ചെയ്യും? നിങ്ങൾക്ക് മോശമായൊരു അനുഭവം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പോട്ടിൽ കൊടുക്കാം. ഇങ്ങനെ സ്പോട്ടിൽ കൊടുത്തതാണ് ആക്രമിക്കപ്പെട്ട നടി. അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അല്ല, അതിനെ പൾസർ സുനി എന്ന് പറയപ്പെടുന്ന ആള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പീഡനം കഴിഞ്ഞ ഉടനെ കേസ് കൊടുത്ത കുട്ടിയാണ്. വർഷം എത്ര കഴിഞ്ഞു? അയാൾക്ക് എന്ത് കിട്ടി? ഇപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടിയെന്ന് തോന്നുന്നു. അല്ല ശരി, എന്നിട്ട് ഞാൻ ഈ സംഭവം ഒന്നും കണ്ടില്ല. ഞാൻ പറയുന്നത് സ്പോട്ടിൽ കൊടുത്ത ഒരു നടീൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോഴാണ് 20 കൊല്ലം മുമ്പ് പീഡിപ്പിച്ച കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ പൊതുവിൽ ആളുകൾ ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇവളൊക്കെ എന്താണ് പറയേണ്ടത്? 20 കൊല്ലത്തിന് ശേഷം ഇവളെന്തിനാണ് ഇത് പറയുന്നത്? ഞാൻ വിളിച്ചേട്ട, ആ പെൺകുട്ടി അത് തുറന്നു പറഞ്ഞാൽ, നിങ്ങൾ റിയലിസ്റ്റിക് ആയി കാര്യങ്ങളെ കാണണോ? ആ പെൺകുട്ടി അത് പറഞ്ഞാൽ എന്താകും? എക്സ് എന്ന സംവിധായകനെതിരെ കേസ് ഫയൽ ചെയ്തു. എന്താ സംഭവിക്കുക? ഈ പെൺകുട്ടിയെ പിന്നെ ആരും വിളിക്കില്ല. ഇപ്പോഴതല്ലേ സംഭവിക്കുന്നത്? എന്നും അങ്ങനെ തന്നെയാണ്. ഇവളെ പിടിക്കാൻ കിട്ടില്ല, എന്നാ അവള് വേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കും, മലയാള സിനിമയിൽ മുഴുവൻ ആളുകൾ ഇങ്ങനെയാണോ? മുഴുവൻ ആളുകൾ ഇങ്ങനെ അല്ല മാഡം. പക്ഷെ മറ്റവൻ നോ എന്ന് പറഞ്ഞാൽ അവനും നോയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അവൻ നോ പറഞ്ഞാൽ ഇവൻ എന്തിനു നോ പറയണം? ഇവൻ ആ കുട്ടി വെച്ചെടുത്തൂടെ എന്ന് ചോദിച്ചാൽ, വിലക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതോളം നേരെ എൻ്റെ നടിയെ വിലക്കിയിരിക്കുന്നു, എൻ്റെ നടനെ വിലക്കിയിരിക്കുന്നു ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ എടാ അപ്രഖ്യാപിത വിലക്ക്. ഇപ്പം നടൻ തിലകൻ അവരിൽ വിലക്കൊക്കെ പിന്നീട് മാറി. പക്ഷെ പിന്നെയും അദ്ദേഹത്തിനെ വെച്ച് സിനിമ എടുത്തതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇതൊക്കെ അങ്ങോട്ട് ഇതൊന്നും നേരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എതിർത്ത നടിമാരൊക്കെ പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഔട്ടാവും. പ്രഖ്യാപിത വിലക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പെൺകുട്ടി അന്ന് അത് പറയാത്തത്. ഞാൻ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഭയന്നിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഈ പല പെൺകുട്ടികളും അച്ഛനോടും അമ്മയോടും അടി കൂടിയിട്ട്, പ്രത്യേകിച്ച് അച്ഛനോട് അടി കൂടിയിട്ടായിരിക്കും പല പെൺകുട്ടികളും വരിക. ഭർത്താവിനോട് അടി കൂടിയിട്ടാണ് പല സ്ത്രീകളും വരുന്നത്. അപ്പോൾ അവിടെ ഒരു മോശമായ ഒരു അനുഭവം വന്നാൽ ഈ പെൺകുട്ടി ഇത് കേസിലായിട്ട് പോയി കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇനിമേലും നീ സിനിമ എന്ന വാക്ക് പറയണ്ട, അന്ന് എന്നോട് ഞാൻ പറഞ്ഞാൽ അത് അല്ലിപ്പിടി ഫീൽഡാന്ന്. പെൺകുട്ടി വിട്ടു. അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് പറയും, അന്നേ പറഞ്ഞാൽ നിൻ്റെ അടുത്ത് പോകണ്ട, നീ പോയതല്ലേ. ഈ പെൺകുട്ടിക്ക് ഇനി റോള് വേണം മേഡം, അവർക്ക് അഭിനയിക്കണം താല്പര്യമുണ്ട്, അതൊരു ഡ്രീമാണ്. അപ്പോൾ ഇതിനെ ആ പെൺകുട്ടിക്ക് മറച്ചു പിടിച്ചേ പറ്റൂ. ഒന്ന് പറഞ്ഞാൽ പ്രശ്നം. നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശരിക്കും പറയുന്നുണ്ട് പവർ 15 എന്ന് പറഞ്ഞിട്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പവർ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പാണ്. അവർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്, എൻ്റെ അടുത്ത് തന്നെ തെളിവൊന്നും ഇല്ല കേട്ടോ. പവർ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇങ്ങനത്തെ തരികിടയായിട്ട് നടക്കുന്ന നടന്മാരും കുറച്ച് ആൾക്കാർ ചേർന്നിട്ടുള്ളതാണ് പവർ 15 എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പാണിത്. പലർക്കും എന്താ പവർ 15 എന്ന് മനസ്സിലായില്ല. അന്ന് ചേരുന്ന സമയത്ത് നടിമാരില്ല, ഇല്ലല്ല, നടന്മാരേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓൺലി ഡിസ്കസ് ചെയ്യുന്ന വിഷയം കിട്ടിയാൽ എനിക്ക് ചിരി വരും. ഏതൊക്കെ പെണ്ണുങ്ങളെ പിടിക്കാൻ കിട്ടും ഇത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇത്ര ദാരിദ്ര്യമുണ്ട് ഇവർക്ക് ഇന്ന് ലോകത്ത്. ഇതിനൊക്കെ വേറെ ഒരുപാട് സ്ഥലങ്ങളില്ലേ? എനിക്കറിയില്ല മേഡം. അതല്ല ദാരിദ്ര്യത്തിൻ്റെ വിഷയമല്ല. ഇപ്പോൾ പുതുതായിട്ട് എക്സ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നു. ഇവളെ ഇനി ഞാൻ പറഞ്ഞല്ലോ എല്ലാം A to Z പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ടോ, അതെല്ലാം ഓക്കെ ആണോ? അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയോ മറ്റോ വീണ്ടും എടാ ഇതെടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നു, ഇത് ഓക്കെയാണ്. എടാ അവളെ നമ്പർ തടാൻ അവൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ 15 പേർക്ക് ഒറ്റയടിക്കിനെ കിട്ടിയല്ലോ ഈ പെൺകുട്ടീൻ്റെ. അപ്പോൾ ആ പെൺകുട്ടി പറയണം, അല്ല ഏട്ടാ അതിപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. അതെങ്ങനെ പറയാൻ പറ്റും? നിൻ്റെ മറ്റേ വീഡിയോ ഞാൻ ഇട്ട് തരട്ടെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വിട്ടു. കാരണം ഇതിലെല്ലാം അവർ അപ്പ് ചെയ്യും. പെൺകുട്ടിയുടെ ഫോട്ടോ, പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ അപ്പ് ചെയ്യുമ്പോൾ
മറ്റവൻ ഈ വീഡിയോ വെച്ച് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താം. ആ പെൺകുട്ടി ചിലപ്പോൾ ഇനി ആദ്യ സിനിമയിൽ എങ്ങനെയും കിട്ടട്ടെ, ഇനി അടുത്ത സിനിമ തൊട്ട് ഞാൻ നന്നാവുമെന്ന് കരുതുന്ന ഒരു കുട്ടിയാന്ന് കരുതിക്കോ. ഇന്ന് അതിൽ 56 ആളുകൾ ഉണ്ടെന്നാണ് വിവരം. എൻ്റെ ഒരു ഇതിനൊന്നും തെളിവില്ല. ഈ പവർ 15 ഇത് 56 ആളുണ്ട്. അത് തുടങ്ങിയത് 15 ആൾ തുടങ്ങിയത് കൊണ്ടാണ് പവർ 15 എന്ന പേര് വന്ന്. ഇത് 2015 രൂപീകൃതമായതെന്ന് കേൾക്കുന്നു. അതുകൊണ്ടാണ് അവർ പറയാൻ, ആരൊക്കെയാണെന്ന് പറയാൻ പറ്റും. എനിക്ക് തെളിവില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും. ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സാർ, അവർ പറഞ്ഞത്. അതിൽ ഡീറ്റെയിൽ വിട്ടിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുകൊണ്ടാണ് അതിന് വരാത്തത്. ആ വാക്ക് മാത്രമേ ഉപയോഗിക്കൂ. യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ശരിക്കും ഫുൾ ഫോമിലല്ല നമ്മൾ കാണുന്നത്. അതിൽ പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫലത്തിൽ അതുകൊണ്ടും പ്രയോജനമില്ലാതായി. പക്ഷേ അതാ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മോശം അനുഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ പറയാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾ തീർത്ത് പറയാം, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന വ്യക്തി വളരെ ജെന്യുവനായിട്ട് പറയാണ് ഇങ്ങനെയൊക്കെയുണ്ട്, നിനക്ക് താല്പര്യമുണ്ടേ വരാം. കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടി പ്രായപൂർത്തിയായ ചക്കരെ പഞ്ചാരടിക്കും തെറ്റല്ല. അപ്പോൾ ആ പെൺകുട്ടി പറയാണ് താല്പര്യമില്ല, ശരി വിട്ടോ. അയാൾ പറഞ്ഞു ഈ അല്ലെങ്കിൽ വേറെ പെൺകുട്ടി. ഇനി പോട്ടെ, ഇപ്പോഴത്തെ കാര്യം വിടും. 1973 വിജയശ്രീ എന്ന് പറയുന്ന നടി ഇവിടെ കൊല്ലപ്പെട്ടു. കുറച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വലിയ പരിചയമില്ലാത്ത അന്നത്തെ സൂപ്പർ നായികയായിരുന്നു. സിനിമയുടെ പേര് കൊടുക്കണമെന്നില്ല കേട്ടോ. ആ പെൺകുട്ടി ഒരു സിനിമയിലെ ഷൂട്ടിൽ, കാരണം കൃത്യത ഇല്ലാതെ നമ്മൾ സിനിമേൻ്റെ പേര് പറയണ്ട, ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു കുളിച്ച് വരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ ഡ്രസ്സ് കഴിഞ്ഞ് വീണു. ഇതാണ് സംഭവം. അപ്പോൾ ഈ ക്യാമറമാൻ അതിനെ സൂം ചെയ്ത് എടുക്കുകയും അത് തിയേറ്ററിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ പെൺകുട്ടിയോട് പിന്നീട് അന്ന് വലിയ വലിയ ബാനറുകൾ തമ്മിലൊക്കെ ഭയങ്കര മത്സരമായിരുന്നു. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളുടെ മത്സരം അല്ല, അതിൻ്റെ വേറൊരു രൂപം. അതിൻ്റെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫഷണലാണ് കേട്ടോ. അന്ന് ചെറിയ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇയാൾ ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ആൾ ഇനി മേലിൽ നീ തമിഴിൽ പോയി അഭിനയിക്കാത്ത കുട്ടി. തമിഴിലും ജമിനി ഗണേശൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പോരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. ശരിയാണോ എനിക്കറിയില്ല. അങ്ങനെ ഈ കുട്ടി പറഞ്ഞു അത് നിങ്ങൾ തിയേറ്ററിൽ ഇടരുത്, തിയേറ്ററിൽ ഇട്ടു എന്ന് പറയപ്പെടുന്നു. പുറത്ത് ആ വിഷ്വൽ പോയി. മടുത്ത് ആ കുട്ടി എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആ കുട്ടീനെ കെട്ടിത്തൂക്കി തല്ലി കൊന്നു, കെട്ടിത്തൂക്കിയെന്നും പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത കുട്ടി പിന്നീട് പോയി വീട്ടിൽ പോയി മരിച്ചു എന്നും പറയുന്നു. ദുരൂഹതയുള്ള കേസാണ് വെച്ചത്. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ ഞാൻ പറയുന്നില്ല, വളരെ മാന്യന്മാരെന്നൊക്കെ നമ്മൾ ജനറലി പറയുന്ന പല സൂപ്പർ താരങ്ങളും ഈ മരണത്തിന് ശേഷം പറഞ്ഞ ഡയലോഗാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. വിജയശ്രീയുടെ മരണം അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അത്ര നമുക്കിത് നമുക്കൊന്നും ആരും അതിനെക്കുറിച്ച് അത്ര അറിയലുണ്ടാവില്ല. സൂപ്പർ സ്റ്റാർ പറഞ്ഞു വിജയശ്രീ 4 തവണയെങ്കിലും ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ പരാജയപ്പെടുകയായിരുന്നു, ഇത്തവണ വിജയിച്ചു. പാവം ആ കുട്ടി ഒരിക്കൽ പോലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് തെറ്റായ മെസ്സേജ് തരികയായിരുന്നു. വേറൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ഇതൊന്നും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, ജനങ്ങൾ എന്തിനാണ് ഇത് ഇത്ര സീരിയസ് ആക്കുന്നത്, ജീവിതം അടുത്തിട്ടുണ്ടാവും പാവം കുട്ടി. എന്തിന് 1 വർഷം 30 സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടിക്ക് ജീവിതം എടുത്ത് അഭിനയിക്കുക. ശരി, ഇവിടെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ എങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ എന്താ നടന്നത്? അല്ല, ഞങ്ങൾ ഇരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു നടൻ ഒരു ക്ലിയറായി പറഞ്ഞിട്ടുണ്ടോ ആ കുട്ടിക്ക് ആക്രമിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കണം, അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ? ഇന്നേ വരെ ഞാൻ ഇവിടെയുള്ള മൊത്തം പ്രേക്ഷകരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട നടനോ നടിയോ സംവിധായകനോ എന്തെങ്കിലും ഒരു ഇരയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കും നിങ്ങൾ എന്തെങ്കിലും കേട്ടുക്കുന്നോ? ഒരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ പറഞ്ഞ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ പറഞ്ഞു, ഇപ്പോൾ വിജയശ്രീൻ്റെ മരണം സംഭവിച്ചപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പോലും പറഞ്ഞിട്ടില്ല സാർ ഇതൊന്ന് അന്വേഷിക്കണം, എൻ്റെ ശരീരത്തിൽ പാടുകളുണ്ട് സാർ ഇന്നലെയല്ലേ പോയത്. അതിൻ്റെ അടുത്ത ദിവസം ആ കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവൾ ചെയ്തു വെച്ചതിൻ്റെ അവസാനത്തെ 2 സീനുണ്ട്. സാർ ഞാൻ അടുത്ത ദിവസം വരുന്നു എന്ന് പറഞ്ഞിട്ട് സാർ എത്രയും പെട്ടെന്ന് ഇതിന് തൊട്ട് മുമ്പ് അവൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ സാർ ട്രെയിനിൻ്റെ ടിക്കറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലെ ടിക്കറ്റ് റെഡിയാക്കും സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയാണ്, ഞാൻ പോവാം സാർ, ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുട്ടി അയാളെ വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആ ടിക്കറ്റിന് വേഗം റെഡിയാക്കുന്ന എന്താവട്ടെ, ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒരു മനുഷ്യനെ തോന്നാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വിജയശ്രീക്ക് ന്യായം കിട്ടണം, അത് ശരി, അതിൻ്റെ സത്യം എന്തെന്ന് അറിയണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഇത് തന്നെയല്ല ഇവിടെ വർഷങ്ങൾക്ക് ശേഷം പറ്റിയത്. അതും പോട്ടെ, ജയൻ എന്ന നടൻ അത് ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളും കഴുതകളുമാണെന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുള്ളൂ. എൻ്റെ ഒരു ഇതാണ്, ഇവരൊരിക്കലും ലോജിക്സ് ആയിട്ട് ചിന്തിക്കുന്നില്ല. ഇന്നേ വരെ ഇരയുടെ കൂടെ ഒരാൾ നിൽക്കാറില്ല. ജയൻ എന്ന നടൻ മരിക്കുന്നു,
അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറയുന്നതാണേ. ഇതിപ്പോൾ വിജയശ്രീ 4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞോളാം, ഉള്ളിലുള്ള ആൾക്കാർ പറയുന്നു. സാഹസരംഗമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ജയ നീ ചെയ്യണ്ട, അദ്ദേഹം വാശി പിടിക്കുകയായിരുന്നു, ഞാൻ തന്നെ ചെയ്യും. ഒരു തവണ ചെയ്തിട്ടോ, പക്ഷെ അയാൾക്ക് പോരാ ഒന്നും കൂടെ ചെയ്യണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയായിരുന്നു. പാവം അതിൽ മരിച്ചിട്ടോ. അവർ പറയുന്നതാണ്. ആദ്യത്തെ സാഹസരംഗം കഴിഞ്ഞു, അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, അദ്ദേഹം തിരിച്ചു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി, ചാർട്ടിങ്ങിന് വേണ്ടി വേറെ അവിടെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഒരു സംവിധായകനും അവിടെ ചെന്നിരുന്നു. ഇദ്ദേഹത്തോട് ചോദിച്ചു, അവർ ഈ സീൻ തീരാൻ വെയിറ്റ് ചെയ്താണ് 2 വശം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര സീരിയസ് സീനായിരുന്നിട്ട് എങ്ങനെയോ ഞാൻ അവരോട് പറഞ്ഞ ഡ്യൂഫിനെ വെക്കുന്നു, പക്ഷെ അവർ ഡ്യൂഫിനെ വെക്കാതെ ചെയ്താണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കിതൊക്കെ നമുക്ക് ഇതിന് മുമ്പ് എയർഫോഴ്സിലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് നമ്മളെ വഴക്കെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു. സാർ ആ സീന് എത്രയുണ്ട് ഡയറക്ടർക്ക് ഹാപ്പി ആയില്ല. അപ്പോൾ ജയൻ ചോദിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ച് വന്നാൽ മതി. അല്ല സാർ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ജയൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഇത് മറ്റേ ആളുകൾ പറഞ്ഞായിരുന്നു. യെസ്, അവരുടെ മൊഴിയുണ്ട്. ഞാൻ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് സ്ട്രേറ്റ് അവിടെ ഇല്ല, എനിക്ക് അറിയില്ല. ഇങ്ങനെയും ഒരു കഥ അതിൽ വരുന്നുണ്ട്, ഇങ്ങനെ എഴുതുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും കറക്റ്റ് ചെയ്തൊരു സാധനം രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വിശന്ന് ഒഴിഞ്ഞിരിക്കുന്ന ആ മനുഷ്യന് ഭക്ഷണം പോലും അവിടെ കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇതെല്ലാം സീരിയസ് ആയി സംഭവിച്ചതാവാം. എനിക്കിതിൻ്റെ നമ്മൾ കേട്ട 2 വശം ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം അവിടെ എന്ത് നടന്നു എന്നല്ല, ഇതിനെ മലയാള സിനിമ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. സിനിമയിലെ ആളുകൾ ഒരു നല്ല നടന്നിരുന്നിട്ടോ മരിച്ച്, അല്ലെ അദ്ദേഹം അല്ലെങ്കിലും ഇപ്പോഴും നഷ്ടപ്പെട്ടവന് അത് അവന്റെ കൂടെ ആരും നിൽക്കില്ല. ജസ്റ്റിസ് ഫോർ ജയൻ എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതെന്താണ് അവിടെ സംഭവിച്ചത്? അല്ല അത് സ്വാഭാവികമാണോ ആക്സിഡന്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചു സർ എന്ന് അവരിപ്പോൾ വിശ്വസിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു 2 ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞുകൂടെയെന്ന് എൻ്റെ ചോദ്യം. അല്ല ഇവരെ കൂടെ നിൽക്കാൻ ഞാൻ ചോദിക്കുന്നു, മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരു ഇരയുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ ചോദ്യമുള്ളൂ. ഇവിടെ ജയൻ എന്ന നടൻ ഇരയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു നടനോ നടിയോ സംവിധാനം സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് സത്യം ഞങ്ങൾക്ക് അറിയണം, എന്താണ് അവിടെ സംഭവിച്ചത് സത്യം അറിയണമെന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞോ? അതും പോട്ടെ, കലാഭവൻ സാർ മരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എനിക്ക് അറിയാണ്ട് ചോദിക്കാം, അത് മരണോ കൊലപാതകമോ? കുറെ അന്വേഷിച്ചു. നിങ്ങൾ ചാനലിലും കൂടെ ഉള്ള ആളെ എനിക്കത് ഉറപ്പിച്ച ഉത്തരം പറ. എനിക്കറിയില്ല, കാരണം പോലീസ് അന്വേഷിച്ച കേസിൽ. മാഡം ഇത് തന്നെയാണല്ലോ പോലീസ് അന്വേഷിച്ച് തന്നെയാണ് വിജയശ്രീ. ഞാൻ അതെന്താ അവിടെ സംഭവിച്ചെന്നല്ല ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അവരെ കൂടെ വർക്ക് ചെയ്തവർ എങ്ങനെ ഇതിനെ കണ്ടു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സിനിമയിൽ ഇത്രയും അനീതിക്കരുത് പോരാടുന്ന മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു നടനോ നടിയോ പറഞ്ഞിട്ടുണ്ടോ കലാഭവൻ മണീൻ്റെ കൃത്യം അന്വേഷിക്കണം, എന്താണെന്ന് പറയണം എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അനിയൻ അതുമായിട്ട് പിന്നീട് എന്താ ഉണ്ടായത്? അല്ല അനിയൻ വന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തവരെന്താ പറഞ്ഞ? അല്ല കൂടെ വർക്ക് ചെയ്ത ആളുകളിൽ നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അദ്ദേഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ ബ്രേക്ക് ചെയ്തു, വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പുള്ളി അത് കഴിച്ചു. ഇത് അപകടത്തിലേക്ക് മരണത്തിലേക്ക് എത്തിയ ഇത് തന്നെയാണ് സാർ ജയന്റെ കേസിലും പറഞ്ഞു, ഇത് തന്നെയാണ് വിജയശ്രീന്റെ കേസിലും പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ഇതാണ് സാർ ഞാൻ പറയുന്നു. കറക്റ്റായിട്ട് ഈ വിഷയം എന്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു DGPയോ ആ ലെവലിലുള്ള, ഇതിപ്പോൾ സിനിമാക്കാരല്ല പറയേണ്ടത്, ആ കേസ് അന്വേഷിച്ച DGP അതിൻ്റെ ടോപ്പിൽ ആളുണ്ടാവില്ല, അയാളാണ് പറയേണ്ടത് വിജയശ്രീയുടേത് ആത്മഹത്യയാണ്, അതിൻ്റെ തെളിവുണ്ട്, ജയൻ്റെ നടനിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു, ഇതാണ് കലാഭവൻ കേസിൽ ആത്മഹത്യയാണ് അല്ലെങ്കിൽ കൊലപാതകമാണ്, അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ നോക്കുന്നു. പ്രമുഖ നടിയാണെങ്കിൽ പ്രമുഖ നടിയെ ആക്രമിച്ച് ഇന്നതാണ്, അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്, ഇന്ന സ്ഥലത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് അവരല്ലേ പറയേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് ആദ്യമേ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കി വിടാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന അവരുടെ പ്രൊപ്പഗാണ്ടയാണ്. അതാണല്ലോ വരുന്നത്. ജയൻ വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് അഭിനയിച്ചു. അയാൾ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു, കലാഭവൻ അന്ന് മദ്യം കഴിച്ചു, അതുകൊണ്ട് മദ്യം കഴിച്ചിട്ടാണ് എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അതുകൊണ്ട് എന്തിനാ അദ്ദേഹം ആത്മഹത്യ? ആരും ഇപ്പൊ വേടന് വേണ്ടി വാദിക്കുന്നതിന്റെ പകുതി പോലും കലാഭവൻ മണിയുടെ കേസിൽ അന്വേഷിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മേഡം കലാഭവൻ എന്നല്ല, ഇരയ്ക്ക് വേണ്ടി നിങ്ങൾ വെറുതെ നോട്ട് ചെയ്തോ, ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സംവിധായകർ സാധാരണഗതിയിൽ നമ്മളെ കേരളത്തിൽ നടക്കാനും മോളെ ആ കേസൊന്നും ഒഴിവാക്കിയേക്കടി, എന്തിനാടി വെറുതെ നോക്കുന്ന, എനിക്ക് വിലക്കിട്ടേ ഇങ്ങനെ പറയുന്നല്ലാതെ എടാ ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത് അവനെ വിലക്കണം എന്നാരും പറയാറില്ല. ഇരയുടെ ഭാഗത്ത് ഇവിടുത്തെ നടന്മാർ നിൽക്കാറില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇനി ഇവിടുത്തെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം, ഏതെങ്കിലും ഞാൻ ഏട്ടക്കാരനെ ആരും വിലക്കാറില്ല. ഇല്ല അല്ല, ഇത് ഞാൻ പറഞ്ഞ ചില അനുഭവങ്ങൾ മാത്രമാണ് സാർ. ഇതല്ലാത്ത എത്രയോ ഇൻസിഡന്റ് എടുത്തോ, നിങ്ങൾ ഏത് ഇൻസിഡന്റ് എടുത്തോ, ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ നടി രാജിവെക്കുന്ന കേസോ അല്ലെങ്കിൽ അവർക്ക് പറ്റൂല
അവരെ വിലക്കണം ഈ സമയത്തൊന്നും തന്നെയും ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾ അവനവൻ്റെ സഹപ്രവർത്തകർക്ക് കൂടെ നിന്നിട്ടുണ്ടോയെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവർക്ക് ജസ്റ്റിസ് വേണമെന്ന് കട്ടയ്ക്ക് പറയുകയും നാക്കുകൊണ്ട് പറഞ്ഞവരില്ല. ആ വിജയശ്രീൻ്റെ പ്രശ്നമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പഴയ പത്രം എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത്രയും ചെയ്തിട്ടും പക്ഷെ നിങ്ങളോ ഞാനോ പറയുന്ന പോലെ അല്ലല്ലോ മേഡം ഒരു ലെവലിലുള്ള ഒരു സ്റ്റാർ പറയുന്നത്. എനിക്കിതിൻ്റെ സത്യം അറിയണം. വിജയശ്രീക്ക് എന്താണ് പറ്റിയത്, ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പറയാൻ എന്തുകൊണ്ട് ആർക്കും പറ്റുന്നില്ല? അപ്പൊ സിനിമയിൽ മാത്രമേ ഇവരൊക്കെ ഹീറോസ് ഉള്ളൂ, ജീവിതത്തിൽ വെറും വട്ടപൂജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞ തെറ്റുണ്ടോ? അവരീ പറഞ്ഞ പോലെ ബിസിനസ് സ്പേസ് പോലെ. സിനിമയിൽ ഇതല്ല, സിനിമയിൽ ഇങ്ങനെയല്ല. സിനിമയിൽ നായികയെ ഒരുത്തൻ തൊട്ട് അവൻ്റെ കൈ കൊത്തി അവനെ കുത്തിക്കുന്നു. ഇത് ശരിയാണെന്നാണ് ഇവിടുത്തെ പൊട്ടന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഉള്ളവർ വെറും വിഡ്ഢികളും കഴുതകളുമാണെന്ന്. അവര് എല്ലാത്തിനും പ്രതികരിക്കണം നല്ല സാർ. നാട്ടിലെ എല്ലാ പെൺകുട്ടികളും എല്ലാ പ്രശ്നത്തിലും പരിഹരിക്കണം എന്നല്ല, അവനോട് കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ പ്രശ്നത്തിലെങ്കിലും അതാ ഞാൻ പറയാം. അപ്പൊ നടൻ തിലകനെതിരെ ഒരു വിലക്ക് വരുമ്പോൾ അല്ല അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് എൻ്റെ ചോദ്യം. എടാ അയാളുടെ ജോലിയല്ലേ പോയി, അയാൾക്ക് ജോലി ചെയ്തൂടെ? ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉച്ചത്തിൽ വേറെ ശബ്ദം വരുമ്പോൾ അത് ഇല്ലാണ്ടായി പോകും സർ. വലിയ നടന്മാരും ചെറിയ നടന്മാരും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. വലിയ നടന്മാർ പറയുമ്പോൾ അത് കുറച്ചും കൂടെ സീരിയസ് ആവും സർ. ആ വലിയ നടന്മാർ പറഞ്ഞില്ലെന്നേ പറഞ്ഞുള്ളൂ, ചെറിയ ആളുകളൊക്കെ പറയുന്നുണ്ടാവാം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കേസിനോടൊപ്പം സംവിധായകൻ വിനയനെതിരെ വന്ന ഇതെടുത്തു കഴിഞ്ഞാൽ എടാ അയാളുടെ ഒരു പീക്ക് ടൈമിലാണ്, അയാൾ അങ്ങനെ ചെയ്യല്ലേ എന്നൊരു മേജർ നടൻ പറഞ്ഞിട്ടുണ്ടോ ചോദ്യം. അല്ലെങ്കിൽ ഇവരൊക്കെ അച്ചാന്ന് സിനിമയിലെങ്കിലും വിളിച്ച ആളാണ് തിലകൻ. ആ നടനെതിരെ അങ്ങനെ ചെയ്യല്ലേ, അദ്ദേഹത്തിന്റെ ഇതല്ലേ നമ്മൾ പോക്കുന്നതെന്ന് ഒരു ഉച്ചത്തിൽ ഒരു സ്റ്റാർ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇരയുടെ കൂടെ ആരും നിൽക്കാറില്ല സാർ, വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് കുറെ അവസരവാദവും കാണിക്കാറുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ഇതുപോലെ അമ്മയിലുണ്ടായിരുന്നില്ല, അപ്പോൾ കേന്ദ്രമന്ത്രിയാവും MP ആയി. ആ ഒരു സമയത്തേക്ക് സുരേഷ് ഗോപി വീണ്ടും അമ്മയിലെ അംഗത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പുള്ളി അംഗമായി വന്നാൽ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ താങ്കൾ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അല്ല അതൊക്കെ അവരുടെ അല്ല ഓരോ അവരുടെ ക്രൈറ്റീരിയ എന്താ? അല്ല ഞാൻ അംഗമല്ലാത്തൊരു സംബന്ധനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അല്ല നമ്മൾ പറയാത്ത കാര്യങ്ങളെ താല്പര്യമുണ്ടോ? അല്ല ഞാനിതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസേഴ്സിന് മാത്രം കൊടുത്തത്. ഞാൻ വിചാരിച്ചു പൈസ മുടക്കുന്നവന്റെ സംഘടനയല്ലേ നിൽക്കണ്ട്, ഒന്നില്ലെങ്കിൽ പൈസ മുടക്കുന്നെങ്കിലും ഉണ്ടല്ലോ സാർ. ഞാൻ പറയുന്നത് ഒരു സിനിമയിൽ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സംവിധായകനാണ്. കാരണം നടന്റെ മുകളിൽ ശരിക്കും സംവിധായകനാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനി സംവിധായകന്റെ മുകളിൽ നിൽക്കുന്നത് നിർമ്മാതാവാണ്. കാരണം നിങ്ങൾ പാട്ടുകളിൽ കുറെ പേരുണ്ട്, സംവിധാനം ചെയ്യുന്ന ആളുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്. പൈസ മുടക്കുന്നവരില്ലെങ്കിലോ ഇന്ന നടന്റെ സിനിമ എന്നാണല്ലോ പറയുന്നത്. പണ്ട് നമ്മൾ പറയായിരുന്നു പത്മരാജന്റെ സിനിമ, ഭരതന്റെ സിനിമ, നടന്റെ സിനിമ വെച്ചെന്നല്ല പറയുന്നത്. ഇതൊരു കാര്യം ഈ കോട്ട് എപ്പോഴാണ് ഒഴിവാക്കിയത് ആക്ച്വലി? അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ കൺസിസ്റ്റൻ്റ്ലി, ഇപ്പോൾ ചുവപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഓർമ്മ വരുന്ന പോലെ, പച്ച എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഓർമ്മ വരുന്ന പോലെ, ഈ ഒരു കോട്ട് ഇടുന്ന ഏതൊരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഓർമ്മ വരണം എന്ന് കരുതി പർപ്പസ്ഫുള്ളിയാണ്. അപ്പം നമ്മൾ അതേപോലെ 8 തല്ല് 8 പാട്ട്. അപ്പം ഞാൻ വിചാരിക്കും അപ്പോൾ എന്നെ ലേശം കൂടുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ 8 നിലയിൽ പടം വെട്ടും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എങ്ങനെയായാലും ആ 8 എന്നുള്ളത് അവിടെ വന്നു. അതാണ് ഞാൻ ഇപ്പോൾ എല്ലാ സമയം പറയും, ഇപ്പോൾ 8 പാട്ടുണ്ട് 8 തല്ലുണ്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പം എനിക്ക് മറ്റേ പൊട്ടന്മാരത് പറയും. അപ്പോൾ നമുക്കാണെങ്കിൽ പറഞ്ഞില്ലേ ഈ മലയാളികളെ പഠിച്ചു മലയാളികളെ പഠിച്ചു അവര് അല്ല സാർ, അല്ല നമുക്ക് കമന്റിനും പൈസയുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബിസിനസ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനൊരാളെ സാർ ഞാനൊരു സിനിമ എടുക്കുമ്പോഴും ഞാൻ ഒരിക്കലും നിങ്ങളെ വെടിയോ കഴുതുകയാക്കുന്നില്ല. ഞാൻ ആദ്യം എന്താണ് പറയുന്നത്, ഞാനൊരു സിനിമ എടുക്കുന്നു, ഞാൻ പണം ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. ഇതിനും കൂടി ഞാൻ എന്താണ് സാർ പറയുന്നത്, നിങ്ങൾ വെടിയും കഴുതുകയാണെന്നായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു. ഇതിനും കൂടുതൽ ഞാൻ എന്താ പറയുക, എന്നിട്ട് നിങ്ങളത് കണ്ടിട്ട് ഇതാവുന്നുണ്ടെങ്കിൽ ശരി. അപ്പം നിങ്ങളൊരു മറ്റുള്ളവനൊക്കെ ഞങ്ങളെ ഭയങ്കര ബഹുമാനം കൊടുക്കുന്നു. ഇനി മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, ചേട്ടാ നിങ്ങൾ ഭയങ്കര ബുദ്ധിയിലാണ്, അപ്പം ഞങ്ങൾ ഭയങ്കര സംഭവം, നിങ്ങൾ പ്രബുദ്ധനാണ്, നിങ്ങൾ നമ്മുടെ പറയത തൊടാത്ത മനുഷ്യനാണ്, നന്നായി നിങ്ങൾ ഈ സിനിമ കാണട്ടോ. നേഴ്സുമാരെ കഥയാണ് മേഡം, ഒന്ന് കാണും. അപ്പം നിങ്ങൾ കണ്ടിട്ട് നമ്മൾ നേഴ്സുമാരെ കഥയാണ്. സീരിയസ്ലി നിങ്ങൾ നേഴ്സുമാരിവിടെ സമരം നടത്തുമ്പോൾ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്നാൽ പിന്നെ ഈ നടി ഈ നേഴ്സിനെ ചോദിച്ചുകൂടെ നിങ്ങളെ സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന്? ഇവർ പാവപ്പെട്ടവൻ്റെ കഥ പറയുന്നു. സീരിയസ്ലി പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ചാവാൻ പോകുമ്പോൾ ഇവരൊന്നും ചെയ്യില്ല. സിനിമയിൽ പാവങ്ങളെ സഹായിക്കുന്നു. പോട്ടെ,
സന്തോഷം വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങളെ വിഡ്ഢിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടും അപ്പം നിങ്ങൾ അതിൽ വീഴുന്നതിലൊന്നും പറയാനില്ല നിങ്ങൾക്ക്. രണ്ട്, ആ കിട്ടുന്ന എടുത്തിട്ട് കൂടുതലും ഒന്നുകിൽ ആദിവാസി മേലെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാനത് എനിക്ക് കിട്ടുന്നതിന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്ത തെറ്റെന്താണ്? സത്യം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ആദിവാസി മേഖലയിലെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ആലോചിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ചിലർക്ക് ഈ ജാതിയുടെ പേരിൽ ഇവിടെ കിട്ടുന്ന അംഗീകാരം, വേദികളൊക്കെ നോക്കുമ്പോൾ അവര് ഈ ഒരു ഇത്രയും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? താങ്കളാണെങ്കിൽ എൻ്റെ അറിവ് അനുസരിച്ചാണെങ്കിൽ തന്നെ അട്ടപ്പാടിയിൽ എത്രയോ വർഷങ്ങളായി കുട്ടികളെ പഠിപ്പിക്കും. അട്ടപ്പാടിയെന്നല്ല, നമ്മളെ കഴിവിൻ്റെ അനുസരിച്ച് അത്രയും ഉണ്ട്. ഇവനെല്ലാം വിളിച്ചു പോലൊന്നുമില്ല. നമ്മൾ അതേപോലെ തന്നെയാണ് ഈ ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി, ആട്ടുംകുട്ടി, കോഴിക്കുട്ടി, തയ്യൽ മിഷൻ, എൻ്റെ കഴിവ് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, പുതിയതല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ആണ് എടുക്കുന്നത്. അങ്ങനെ പുതിയൊന്നും കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാനെപ്പോഴും കിട്ടുന്നതിൻ്റെ പകുതി കൊടുക്കുക എന്നുള്ളത് ചെയ്യുന്നു. പക്ഷേ സന്തോഷം വേണ്ടിയിട്ട് മാത്രം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ല, ഞങ്ങളെല്ലാം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ. അപ്പം ഞാനിവിടെ ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ ശരി പറയുന്നു ഞാൻ. പക്ഷെ എനിക്ക് അതിൽ എല്ലാവരും ഇപ്പോഴും ഈ വിഷയത്തിൽ എന്നെ പലരും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊരു വിഷമമില്ല സാർ. കാരണം എന്താണ്, സത്യം പറയുന്ന ഒരാളെങ്കിലും വേണ്ടേ മലയാള സിനിമയിൽ? അല്ല, എന്ത് വിഷയത്തിലും കൃത്യമായി എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ ചോദിക്കുന്നു, ഒരാളെങ്കിലും ഇല്ലേന്ന് ചോദിക്കുമെങ്കിൽ എനിക്ക് സന്തോഷം വേണ്ടിയിട്ട് അഹങ്കാരമാണോ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നടനോടോ നടിയോടെ ചോദിക്കും, ഒഴിവുകൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സന്തോഷം വേണ്ടിയിട്ട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മല പോലെ വന്നു മഞ്ഞ പോലെ പോയില്ലേ മാഡം, ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ആണിനോടോ പെണ്ണിനോടോ ചോദിച്ചു നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സന്തോഷം വേണ്ടിയിട്ട് മഹത്വം എന്താണ്. ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്ര ആൾ മറുപടി കൊടുക്കുന്നുണ്ട്? ഇപ്പോഴും ഈ പരിപാടി കാണുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നമ്പറുണ്ട്, 99 477 25 911 9947725911 ആണ്. ഞാൻ പൊതുവിൽ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇവിടെ എത്ര നടി നടന്മാർ കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ബുദ്ധിമാന്മാരാണ്, പ്രബുദ്ധരാന്ന് പറയുന്ന എത്ര ആളുകൾ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ തരുന്നുണ്ട്? വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, കാരണം അത്രയും കോൾ വരുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഞാനത് ചെയ്യുന്നു. ഒരാൾ നിങ്ങളെ വിഡ്ഢിയാന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢിയാക്കുന്നതും നിങ്ങൾ ബുദ്ധിമാനാന്ന് പറഞ്ഞ് ഒരുത്തം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു, രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. തമ്മില് ഭേദം നേരിട്ട് പറ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ ഇത് കാണണ്ടേ? ഈ 2011 നമ്മൾ കൃഷ്ണൻ രാധയായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനൊരു സ്പേസ് ഈ മലയാള സിനിമയില് സന്തോഷ് പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഏതാണ്ട് മലയാളികളെ കുറിച്ചൊരു ധാരണയുണ്ട്. ഞാനെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നു സാർ. സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ എന്തായാലും, കാരണം എന്നെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇവരെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു സായിപ്പിനെ പോലത്തെ നടന്മാരാണ്. അപ്പോൾ എന്നെ ഒന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നും, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ അഭിനയിക്കണം. ഏതാണ്ട് എൻ്റെ കാൽക്കുലേഷൻസ് അനുസരിച്ച് വന്നു. പിന്നെ വന്നപ്പോൾ പിന്നെ എനിക്ക് എന്നെ ഒരു സൂചി കുത്ത ഇടം കിട്ടിയ അവിടെ കിണർ കുടിക്കുന്ന എനിക്കാരും പഠിപ്പിച്ചില്ല. പക്ഷെ സൂചി കുത്താൻ ഇടം കിട്ടണം, കിട്ടിയാലേ എനിക്കവിടെ അതത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഞങ്ങൾ വരുന്നതാണ്, നേരത്തെ ഉണ്ടായിരുന്നൊരു ഇതൊന്ന് മാറി. പക്ഷെ ഇപ്പൊ യൂട്യൂബിലേക്കും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലേക്കും വരുമ്പോൾ കുറെ നിയന്ത്രണങ്ങളും കുറെ മാറ്റങ്ങളും ഒക്കെ വന്നു തുടങ്ങി. എനിക്കൊന്നും ഇനി ലൈസൻസിങ്ങിലേക്കും ഒക്കെ പോകുമായിരിക്കും. അതിനെങ്ങനെയാണ് കാണുന്നത്? അങ്ങാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ളവരാണ്. മാഡം, ലൈസൻസ് എന്നല്ല, അതിന് മോണിറ്റൈസേഷനാണ്, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, പൈസയൊക്കെ കിട്ടും. വിഷയം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ബുദ്ധിമുട്ടില്ല. മനസ്സിലാക്കണം, ഇവിടെ കുറേ പേര് പരിപാടി നിർത്തിട്ടോ. അതായത് ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞ, ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യത്തിന് ഒരുത്തൻ കട്ട് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, ആർക്കും എടുക്കാനോ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? നിനക്ക് എങ്ങനെ കിട്ടുന്നതാ പോവേ, അല്ലെ വയലാർ എഴുതുമോ, ഇത് ഓരോ ഇങ്ങനോട്ട് പാട്ട് പാടും, അപ്പം ഞാൻ പാടിയ ഉടനെ അങ്ങനെ പല സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റുക, നിങ്ങളെ ഇൻ്റർവ്യൂ അടിച്ചു മാറ്റുക. എന്നിട്ട് അവസാനം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നു. 1,00,000 ആൾ കണ്ട അവൻ 5,000 രൂപ ഉണ്ടാക്കും, ചിലപ്പോൾ നിങ്ങളെക്കാട്ടി പൈസ ഉണ്ടാക്കും. ഇതാണ് നടക്കുന്നത്. ഇത്തരം ആളുകൾക്ക് മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ആ ഇൻ്റർവ്യൂയുടെ ഇത് എടുത്തിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണ് അവിടെ പോകുന്നത്. നിങ്ങളെക്കാൾ ചിലപ്പോൾ വ്യൂസ് മറ്റവനെ കിട്ടുന്നു. ഞാൻ മനസ്സിലായി. ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കും. കാരണം അവർക്ക് AI സംവിധാനം കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇവൻ്റെതല്ല. ഇതിനിടയിൽ ഇവൻ കൊടുത്തിരിക്കുന്ന നടൻ്റെ സിനിമ ഇന്ന സിനിമയാണ്, ഇതിനിടയിൽ ഇവൻ കൊടുത്തിരിക്കുന്ന. അപ്പോൾ ഇത് ട്രോൾ ടീമിന് പൈസ കിട്ടില്ല. ഒന്ന്. രണ്ടാമത്താണ്, ചില പെൺകുട്ടികൾ നമ്മൾ വസ്ത്രസ്വാതന്ത്ര്യമൊക്കെ ഉള്ള നാട് തന്നെയാണ്, എന്നാലും മാക്സിമം കുഞ്ഞു വസ്ത്രമൊക്കെ ഇട്ട്, അപ്പോൾ ഏതെങ്കിലും ഒരാൾ എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളില്ലേ, അപ്പോൾ അവനെ നാട് തെറി പറയുന്നു. എന്നിട്ട് ഉടനെ പത്രത്തിലൊക്കെ ന്യൂസ് വരുന്നു, നായിക പഞ്ഞി കിട്ടും, പെൺകുട്ടിയാ സദാചാര പോലീസ് പഞ്ഞി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ
ഇത്തരം ആളുകൾക്കൂടെ പണി കിട്ടാൻ പോവാണ്. കാരണം ഇതിനൊക്കെ റീച്ച് അങ്ങ് പോവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത്തരം, അതായത് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് മാത്രമേ കിട്ടൂ. കമ്മ്യൂണിക്കേഷൻ ഒരു കാര്യത്തിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഒരു മികച്ച ഒരു പാട്ടുണ്ട്, ഇവിടെ പ്രമദവനം വീട് എന്ന് പറഞ്ഞ പാട്ടുണ്ട്, നിങ്ങളിങ്ങനെ വാവുകൊണ്ട് അനക്കിയിടുന്നു, റീൽസിന് എനിക്ക് പൈസ കിട്ടും, ആ പരിപാടി ഒരു നിർത്തി. ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം, ആള് കാണും, പക്ഷെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അല്ല എന്താ പൈസ ഇട്ടാത്, നിങ്ങൾ സ്വന്തമായിട്ട് ഇടുന്ന നീ എഴുതിയ പാട്ടാണോ എന്ന് ചോദിച്ചാൽ പെട്ടും. നോട്ട് ദ പോയിന്റ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ഒരാളെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ല, നമുക്ക് വീഡിയോ നിന്ന് പൈസ കിട്ടിയെങ്കിലും സത്യം പറഞ്ഞാൽ മറ്റേതൊക്കെ ഈ അടുത്തോട്ടോ വന്ന് ശരിക്കും ഫോട്ടോയിൽ നിന്നൊക്കെ പൈസ കിട്ടും. ആ സമയത്ത് ഞാൻ എപ്പോഴും രാഷ്ട്രീയ നിരീക്ഷണം, ക്രിക്കറ്റ് നിരീക്ഷണം, പ്രണയ നിരീക്ഷണം ഒക്കെ നോക്കിയാൽ അറിയാം, ഒരു 8 നിരീക്ഷണം ദിവസം കുത്തിരുന്ന് എഴുതിണ്ടാക്കും. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെ ഇത്ര സമയം കിട്ടുന്നത്? ഞാനും ചോദിച്ചു. അപ്പോൾ എന്നോട് എവിടെ പോലും ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈശ്വര എത്ര, അത് ഇത്ര ആധികാരികമായിട്ടാണോ നമ്മൾ ചിലവർ. ഇന്ന് അതിനൊക്കെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി. കാരണം ഇത് കണ്ടന്റാണ്. യെസ്, ഞാൻ വീണ്ടും പറയാം, ഒരു സ്റ്റാർ, നടൻ, നടി ഈ ഡ്രസ്സ് ഇട്ടിട്ടോ ഡ്രസ്സിലാദ്യോ നിന്നാൽ നിങ്ങൾ വെറുതെ ഒരു ഫോട്ടോ ആണ് അപ്പ് ചെയ്യുന്നത്. ഇതിന്മേൽ ഒരു ചർച്ച വരാനില്ല. മറിച്ച് നിങ്ങൾ ഫോട്ടോ ഇടുകയും അടുത്ത നിയമസഭയിൽ LDF വീണ്ടും വരുമോ, LDFന്റെ UDF തിരിച്ചു വരുമോ എന്നുകൊണ്ട് നിരീക്ഷണം എഴുതി ഇതേ സാധനം നിങ്ങൾ ചെയ്താൽ പൈസ കിട്ടും. കാരണം അവിടെ കുറച്ച് വലിയ കേടാ അങ്ങനെ പറയാം, അത് ശരി നിനക്ക് ഞങ്ങൾ പാർട്ടിയെ കുറിച്ച് അറിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ മറുപടി കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടന്റിന് മാത്രമേ പൈസ കിട്ടൂ. അല്ല നിങ്ങളുടെ ഫോട്ടോ നല്ല ഫോട്ടോ ആണ്, ഞാൻ എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്? ഗുഡ്, നൈസ്. ഇപ്പോൾ ആ ഫോട്ടോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഏകദേശം ഫോക്കസ് ഔട്ട് ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ ഇടാൻ പറ്റും, അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ ഫോട്ടോ ഇടാൻ പറ്റും. അല്ല അതിൽ കമന്റിന് ഓപ്ഷൻ ഇല്ല. ഞാൻ പറയുന്നത് അതിന് ഗുഡ് നൈസ് ഇടാൻ പറ്റൂ. ഓർത്തു വെച്ചോ, ഈ ഗുഡും നൈസും താങ്ക് യു വെരി ഗുഡ് ഇടുന്നതിനൊന്നും ഇനി ഒരു പൈസ കിട്ടൂല. ഇൻട്രാക്ഷൻ വരുന്നിടത്തേ കിട്ടൂ. ഇൻട്രാക്ഷൻ വരണമെങ്കിൽ കണ്ടന്റ് ആയിരിക്കണം. നോട്ട് ദ പോയിന്റ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പൈസ കൂടും, ഞങ്ങൾക്ക് പൈസ കൂടുകയാണ് ചെയ്തത്. അല്ലാതെ ഇത് മറ്റോൻ ചെയ്ത നിങ്ങൾ കണ്ടില്ലേ, ഇളയരാജ സാറിൻ്റെ മറ്റേ പാട്ട് നോക്കി എന്ത് രസം എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ നിങ്ങൾ കോപ്പി അടിച്ചിടുക, അതന്നെ എടുത്ത് നിങ്ങൾ പാട്ട് പാടി വായനക്കുക, പറയുന്നതിന് കിട്ടില്ല, നിങ്ങളുടെ സമയം വേസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർ കുറേ പേരെ ഒഴിവാക്കാൻ നോക്കുക. കൂടി അയാൾക്ക് അതിന് മലയാളിക്കെല്ലാം കൂടെ തലർക്കം വരുന്നുണ്ട് ഇവിടെ ചാനലിൻ്റെ എണ്ണം കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഒഴിയുമ്പോൾ എന്താ ഗുണം? അതാണ് ഞാൻ നേരത്തെ കൂടെ പറയുന്നത്. ഈ നിരീക്ഷണമൊക്കെ അന്നേ ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. ഈ സീരിയസ് ആയവൻ അങ്ങനെ ആയിരിക്കും. ഇപ്പം എനിക്ക് സിനിമയായാലും, ഇപ്പം എൻ്റെ ഒരു സിനിമ ഇറക്കി, ഞാൻ പറയുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് 1 രൂപ കിട്ടിയില്ലെങ്കിലും, ഫേസ്ബുക്കിൽ നിന്ന് 1 രൂപ കിട്ടിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 1 രൂപ കിട്ടിയില്ല, തിയേറ്ററിൽ 100 ആളെ കണ്ടുള്ളൂ എങ്കിലും സന്തോഷത്തോടെ അടുത്ത് പടം നടക്കും അതിൽ പൈസ ഉണ്ടെങ്കിൽ. ഞാൻ ഈ റിട്ടേണിന് വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നത്. കയ്യിൽ പൈസ കൊടുത്തൊക്കെ കാലം ചെയ്യും, കയ്യിൽ പൈസ ഇല്ല, ഞാൻ പരിപാടി നിർത്തേണ്ട ഒരു പൈസ ഇല്ല കേട്ടോ. കാരണം 100 പേരെ കണ്ടുള്ളൂ, ആ 100 പേർക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് എല്ലാം ഓപ്പോസിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റ് എന്താണ് പറയുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് സന്തോഷ് പണ്ഡിറ്റ്. ഞാൻ സീരിയസ്ലി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് സ്വന്തം വീട് വിറ്റത്. ആരാൻ്റെ വീടാണ് വിറ്റത്, കഥ നേരെ തിരിച്ചാണ് വരുന്നത്. പക്ഷെ അതൊക്കെ ഇതിലിങ്ങനെ കുറേ ആലോചിച്ചെടുക്കണം. ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന എന്താണ്, ചെയ്യുന്ന എന്താണ്, ഇവിടെ എന്താണ് വരുന്നത് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സീരിയസ്ലി സന്തോഷ് പണ്ഡിറ്റാണ് ഇതിലെ സീരിയസ് ആയിട്ട് വരുന്നത്. പക്ഷെ അത് ഐക്യമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ അന്നും ഞാൻ നിരീക്ഷണം എഴുതി. ഞാൻ അന്നും 2015 സന്തോഷ് പണ്ഡിറ്റ് പ്രണയ നിരീക്ഷണം എഴുതുമ്പോൾ ഞാൻ ഡോളറിന് വേണ്ടിയിട്ടല്ല എഴുതിയത്. അന്നും സന്തോഷ് പണ്ഡിറ്റ് രാഷ്ട്രീയ നിരീക്ഷണം എഴുതുമ്പോൾ ഡോളറിന് വേണ്ടിയിട്ടല്ല എഴുതിയത്. അന്നും അവിടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സന്തോഷ് ചേട്ടൻ ഇങ്ങനെ അങ്ങനെ പറയാം, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ നിരീക്ഷണം എഴുതി, ഇന്ന് ബ്രസീൽ ജയിക്കും എന്ന് പറഞ്ഞപ്പോഴും എന്നോട് ഒരു ഭാഗം ആൾക്കാർ എന്നോട് നിങ്ങൾ എങ്ങനെയാണ് പറയുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ട്. IPL ആണെങ്കിൽ മുംബൈ ജയിക്കും എന്നൊക്കെ പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് പൈസയ്ക്ക് വേണ്ടിയല്ല, എനിക്കൊരു സീരിയസ്ലി നമ്മൾ ജനങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നല്ലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷ് പണ്ഡിറ്റിനെ ഇവിടെ പുതിയ നിയമം കൊണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കില്ല. കാരണം ഞാൻ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല സിനിമയോ ഇതൊന്നും യൂസ് ചെയ്യുന്നത്. മറ്റുള്ളവൻ അങ്ങനെയല്ല. സന്തോഷ് പണ്ഡിറ്റ് കലയ്ക്കെതിരാണ്, സന്തോഷ് പണ്ഡിറ്റ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയുന്ന കരയുന്നവൻ ഒരു പടം പൊട്ടിയാൽ അവൻ പരിപാടി നിർത്തും. ഇവിടുത്തെ ഏത് സൂപ്പർ സ്റ്റാറും 2-3 സിനിമ അവരെ സാറ്റലൈറ്റിൻ്റെ എടുക്കുന്നില്ല, OTTക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ പരിപാടി അവസാനിപ്പിക്കും. കാരണം അവർക്ക് സിനിമയേക്കാൾ അവർക്ക് പണത്തിനാണ് ഇഷ്ടം. ഇതാണ്, അല്ലെങ്കിൽ ഇവരെ വെച്ചെടുക്കുന്നവന് അതാണ് ആവശ്യം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മലയാള സിനിമയ്ക്ക് കലയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയ എല്ലാവരും പരിപാടി അവസാനിപ്പിക്കും. ട്രോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി കുറയും.
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു എക്സ് എന്ന നടന ദേശീയ അവാർഡ് കിട്ടി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം എക്സിൻ്റെ ഫോട്ടോ. നിങ്ങളെന്നല്ല, ഞാനൊക്കെ ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നു? ശുഭ്മാൻ ഗിൽ സെഞ്ചുറി അടിച്ചു, ഉടനെ തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോട്ടോ എടുത്ത്, ഓ എന്തൊരു സെഞ്ചുറി. ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? പരിപാടി നടക്കൂല. ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോട്ടോ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രോഹിത് ശർമ്മയുടെ ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ, സൂര്യകുമാർ യാദവിൻ്റെ ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അവരുടെ ഫോട്ടോ അല്ലേ ഇടുന്നത്? ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതാണോ? ഇതിലേക്കാണ് അത് പോകുന്നത്. അതെ, സ്ലോലി അതിലേക്കാണ് പോകുന്നത്. അല്ലാതെ നമുക്കിത് തോന്നുന്നതിന് ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ഓരോ കാര്യം ചെയ്യുക, എന്നിട്ട് ഇവൻ ചുമ്മാ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇട്ടിട്ട് മൂപ്പരെ അത് ലൈക്കും ഷെയറും ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. അത് നടക്കില്ല. അപ്പോൾ അതേപോലെ അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്ത് സംഭവിക്കണം? അല്ല, എൻ്റെ മുഖം ഒന്നും കാണാത്ത കണ്ടന്റ് അതൊന്നും നടക്കൂല. അങ്ങനെ മുഖം കാണിച്ചിട്ട് എന്നോട് കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ കയ്യും കാലും കാണിച്ച്, അല്ല ചില സ്ത്രീകൾ, എല്ലാ സ്ത്രീകളില്ല, അതിലൂടെ ലൈക്കും ഷെയറും വാങ്ങുന്ന പെൺകുട്ടിയൊക്കെ പണി കിട്ടാൻ പോകുന്നു. പണിയല്ല, പൈസ കിട്ടൂല. ഒക്കെ എന്തുകൂടാ, അതൊക്കെ വേറെ വിഷയം. ഇനി മുതൽ അതിൻ്റെയൊക്കെ റീച്ച് അങ്ങ് കുറയ്ക്കും. ഫേസ്ബുക്ക് ആകെ നോക്കുന്നത് കണ്ടന്റാണ്. എന്തുകൊണ്ട് ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? സ്ലോലി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പം അങ്ങനെ ഒരു പെൺകുട്ടി കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടൊരു ഫോട്ടോ, നടി ആരും ആയിക്കോട്ടെ, ചെയ്യുന്നു വിചാരിച്ചോ, സംഭവിക്കാം ഇതധികം ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഷെയർ ചെയ്യപ്പെടുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സ്റ്റൈലാ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഗോവിന്ദച്ചാമിൻ്റെ കേസ് ഞാൻ ലൈവ് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിമിഷ പ്രിയ അവർക്കൊക്കെ ഇതിന് ഫണ്ട് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഗോവിന്ദച്ചാമിയും നമ്മളെ കൂടത്തായി ജോലിയൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ഈ വല്ല സായിപ്പിനെ 5 ആൾക്കാർ തല്ലിക്കൊന്ന് ഏതെങ്കിലും സായിപ്പിനെ ഏതെങ്കിലും പെൺകുട്ടീനെ കൊന്നിരുന്നെങ്കിൽ മലയാളികൾ അയ്യോ മലയാളികളാണേന്ന് പറഞ്ഞിട്ട് പോയിട്ട് പൈസ കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ടാവും. അവരെ കഷ്ടകാലത്തിന് കേരളത്തിൽ പോയി കൊന്നല്ലോ. എന്നിട്ട് ഞാൻ വെറുതെ രസത്തിനൊക്കെ എഴുതി. ഇതൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര ഷെയറിങ് ആണ്. ഗോവിന്ദച്ചാമി അപ്പോൾ ജയിലിൽ നിന്ന് ചാടിയപ്പോൾ ഞാൻ എഴുതി, ഗോവിന്ദച്ചാമി വല്ല ഒളിമ്പിക്സ് കൊണ്ടുപോയി തുടങ്ങി. ചങ്ങായിക്ക് എന്തെങ്കിലും 18 മീറ്റർ ഉള്ളതിൽ അയാൾ ഒറ്റയ്ക്ക് എടുത്ത് ചാടി. ഞാൻ പറഞ്ഞു, പിന്നെ ഈ മനുഷ്യരെ ഒളിമ്പിക്സ് കിട്ടില്ല, ആരും സഹായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വിശ്വസിച്ചു. 18 മീറ്റർ എടുത്ത് ചാടാൻ കഴിവുള്ള ഇങ്ങനെ ഒളിമ്പിക്സ് കൊണ്ടുപോയി സ്വർണ്ണം നമുക്ക് കിട്ടൂലേ? ഒറ്റ കൈ വെച്ചു. പക്ഷെ അതൊക്കെ സർ, അതിൻ്റെ റീച്ച് ഭയങ്കരമാണ്. നോട്ട് പോയിന്റ്. ഇതേ സമയം ഒരു പെൺകുട്ടി ഇനി എത്ര എക്സ്പോസ് ചെയ്തൊരു ഫോട്ടോ ഇട്ടാൽ അത് കിട്ടില്ല സർ, അത് ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഇവിടെയാണ് ഡിഫറൻസ്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കണ്ടന്റ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പോലത്തെ ആളുകൾ, ഞാനെന്നല്ല പറയുന്നത്, എന്നെപ്പോലെ കണ്ടന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ആരോഗ്യകാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ ചെയ്യേണ്ട ഇത്തരം ആളുകൾ ഇവിടെ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടർമാർ, വക്കീലന്മാർ, എഞ്ചിനീയർമാർ, ഏതെങ്കിലും വിഷയത്തിൽ വിവരമുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ ഇവിടെ. അത്തരം ആളുകൾക്ക്, രാഷ്ട്രീയ നിരീക്ഷകർ, മ്യൂസിക്കിനെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ളവരൊക്കെ ഇനി അങ്ങോട്ട് കത്തിക്കയറാൻ തുടങ്ങും. അല്ലാണ്ട് അവർക്ക് ഏറ്റവും 7ാം ക്ലാസ്സും ഗുസ്തിയാണ്, ഞാൻ ഇന്ന നടനെ ഇന്ന രീതിയിൽ നന്നായി അനുകരിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് നടക്കൂല. കാരണം അവൻ ഉപയോഗിക്കുന്ന വേർഡ്സ് മറ്റവൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് റീച്ച് കിട്ടില്ല. കുറേ ഉടായ്പ് തീർന്ന് കിട്ടും എന്ന് കരുതാം. ആ പൈസയ്ക്ക് വേണ്ടിയുള്ള ഉടായ്പ് സ്ലോലി തീരും. ഇപ്പോൾ ഏതൊക്കെയോ ആളുകൾ യൂട്യൂബേഴ്സ് പരിപാടി നിർത്തിയല്ലോ. നല്ല വ്യൂവേഴ്സ് ഉള്ളത് നിർത്തിയവരത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസ് ആയത് അങ്ങനെയാണ്. അങ്ങനെ ആയതായത് അങ്ങനെ വന്നു. അപ്പം ഇവിടെ ഇതിനെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാൾ നിർത്തിയെന്ന് പറഞ്ഞ ആൾ നോക്കുമ്പോൾ 4 ലക്ഷം. അപ്പോൾ നമ്മൾ അയാളുമായി ബന്ധപ്പെട്ട ആളുടെ ഞാൻ ചോദിച്ചാൽ 4 ലക്ഷമൊക്കെ ഇല്ലേ, എങ്ങനെ ഒരു 20,000 രൂപ കിട്ടൂലേ? അപ്പോൾ മറ്റേ ആൾ കഴിഞ്ഞ മാസം 3 ലക്ഷം കിട്ടിയെടുത്ത് ഇപ്രാവശ്യം 30,000 കിട്ടുന്നത്. അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാൾ ഇടുന്നതിന് ഇപ്പോഴും 20,000 രൂപയുണ്ട്. പക്ഷെ അയാൾക്ക് അത് പോരാ. ഇന്നലെ വരെ എനിക്ക് 3 ലക്ഷം കിട്ടിയിട്ട് എന്താണ്? അവിടെയാണ് സന്തോഷ് പണ്ഡിറ്റ് നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. ഞാനിവിടെ ഇതിന് വേണ്ടി അല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമ ഒരാൾ പോലും കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇതിന് സ്കോപ്പുണ്ട്. അന്ന് ഇതൊക്കെ ഇരുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. എനിക്ക് 10 പേരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഏട്ടാ, ഇങ്ങനെയല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നത്. അവർ പണത്തിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇതൊന്നും മാറും. സീരിയസ് ആയിട്ടുള്ളവൻ ഇനിയിപ്പോൾ നാളെ വീണ്ടും ഞാൻ പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കും നിർത്തിയാലും സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ അന്ന് നിരീക്ഷണം നടത്തും. പുതിയ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും പറയാട്ടാ ഞാനിത് തുടങ്ങിയതാണ്. അവിടെ പൈസയല്ല വിഷയം, നമുക്ക് ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് തന്നെ, ഒരു ആർട്ടിസ്റ്റിന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വിശ്വസിക്കുന്നത്. Chapter 4. A chapter with endless stories.